ജില്ലകൾ വിഭജിക്കണം. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജില്ലാ വിഭജനം എന്ന് പറയുമ്പോൾ വിഘടനവാദമെന്നോ വർഗീയവാദമെന്നോ പറഞ്ഞ് നമ്മളെ തളർത്തുന്നവർ, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അവസാനമായി ഉണ്ടായ ജില്ല 1984 14ാമത്തെ ജില്ല കാസർഗോഡാണ്. 41 വർഷമായിട്ട് ഇന്ത്യയിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കാത്ത ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ പോയാൽ നമുക്ക് തമിഴ്നാടാണല്ലോ. ഈ 82-ന് ശേഷമുള്ള ഈ 10-43 വർഷക്കാലത്തിനിടക്ക് 24 ജില്ലയുണ്ടായി തമിഴ്നാട്ടിൽ. നമുക്കൊരു ജില്ലയില്ല. കർണാടകം 12 ജില്ലയുണ്ടായി പുതുതായിട്ട് ഈ 41 വർഷക്കാലത്തിനിടക്ക്. നമ്മുടെ അതേ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ആസാം. 82-ൽ 10 ജില്ല ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ 35 ജില്ലയാണ്. നാടാകെ ജില്ലകൾ വിഭജിക്കപ്പെടുകയാണ്. പക്ഷേ ഇവിടെ വിഭജിക്കൂല. എന്താ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം ഇപ്പൊ നമ്മൾ പച്ചയായി പറയുന്നില്ല. ഒരു പറയേണ്ട ഘട്ടം വന്നാൽ നമ്മളത് പറയും. അത് പറയിപ്പിക്കാതെ ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണം. അതാണ് നമ്മുടെ ആവശ്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 500 കോളേജിനടുത്താണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു യൂണിവേഴ്സിറ്റിയിൽ UGC നിബന്ധന പ്രകാരം 100 കോളേജ് അഫിലിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. 500ഓളം 476 കോളേജ് അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്നും സമര, കുട്ടികൾക്ക് സീറ്റില്ല. എന്താ സീറ്റില്ലാത്തത്? നമുക്ക് പുതിയ ബാച്ചുകളില്ല. തിരുവിതാംകൂർ സൈഡിലും കൊച്ചിൻ സൈഡിലും ആയിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്താൻ സീറ്റില്ല. ഒരു ക്ലാസ്സിൽ 65, 70, 80 കുട്ടികൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറിൽ 15, 20 കുട്ടികളാണ് പഠിക്കുന്നത്. അത് പറഞ്ഞാൽ വിഘടനവാദം, അത് പറഞ്ഞാൽ വർഗീയവാദം. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ മലബാറിന്? ഈ കോഴിക്കോടല്ലാതെ നിങ്ങളൊന്ന് ആലോചിക്ക്. എന്താ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ബോർഡ് മാറ്റി വെച്ചു എന്നല്ലാതെ അവിടുത്തെ സ്ഥിതി നമ്മൾ പറയണോ? നിങ്ങൾ അപ്പുറത്തേക്കൊന്ന് നോക്കൂ. 6 ഫുൾ ഫ്ലഡ്ജ്ഡ് മെഡിക്കൽ കോളേജാണ് 8 ജില്ലക്ക്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും എല്ലായിടത്തും ഫുൾ ഫ്ലഡ്ജ്ഡ് മെഡിക്കൽ കോളേജ്. ഇവിടെ കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജായി ഇത് മാറി ജില്ലാ ആശുപത്രി അവിടെ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ 6 ജില്ലകളെയും രോഗികളെ കൊണ്ടുപോകുന്നത്. എന്താ സ്ഥിതി? കിടക്കാൻ സ്ഥലമല്ല, ഇരിക്കാൻ സ്ഥലമല്ല. ഇത് പറഞ്ഞാൽ വിഘടനവാദം, ഇത് പറഞ്ഞാൽ വർഗീയവാദം. അതുകൊണ്ട് ആരെങ്കിലും ഇത് പറഞ്ഞാൽ അപ്പം അവനെ വർഗീയവാദിയാക്കും. അത് ഒറ്റപ്പെട്ടായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്.